അപ്പൊ എന്ത് ഒരു കുഞ്ഞു പൂക്കലുണ്ടാക്കാം അല്ലേ? പൂണ്ടോ പൂണ്ടോട്ടെ ഫുള്ള് മിക്സ് അല്ലേ? ഇന്നത്തെ പൂക്കളെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചു. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കില് ഇന്നിപ്പം നമ്മുടെ ലാസ്റ്റ് ആണ്. ഇനി നാളെ നമ്മുടെ തിരുവോണത്തിന് ഞങ്ങൾ വലിയ പൂക്കൾ ഉണ്ടാക്കുന്നതായിരിക്കും, വിത്ത് പുതിയ പൂക്കളൊക്കെ വെച്ചിട്ടല്ലേ. അപ്പൊ അങ്ങനെ വലിയ പൂക്കൾ ഉണ്ടാക്കാന്ന് വെച്ചിരിക്കണേ. അപ്പോ ഇന്ന് ബാക്കിയുള്ള ഇന്നലെ എല്ലാം കൂടി ഞാൻ അങ്ങനെ മിക്സ് ചെയ്തു. ഇന്നലെ എടുത്തു വെച്ചിരുന്ന പൂക്കളെല്ലാം കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് ചെറിയ പൂക്കൾ ഉണ്ടാക്കാന്ന് വെച്ചു. ഓൾറെഡി ഭയങ്കര ലേറ്റ് ആയി. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിള്ളേരെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഹലോനോ എല്ലാം വാവട്ടിക്ക് ഉറക്കം വന്നു തുടങ്ങി ഓൾറെഡി. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് പൂക്കളം വേഗം ഇട്ടിട്ട് പ്രാർത്ഥന കത്തിച്ച് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും ഈ 10 ദിവസവും പൂക്കളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണു. ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തുടങ്ങുമ്പോ അല്ലേ ചേട്ടാ 10 ദിവസം ഇടണമെന്ന് വെച്ചിട്ട് ആദ്യം ഞങ്ങളിങ്ങനെ ചോദിച്ചു 10 ദിവസം നടക്കുവോ. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചത് റീലിലൊക്കെ ഒതുക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷെ 10 ദിവസം പൂക്കളം ഇട്ടിപ്പം അതങ്ങ് കണ്ടിന്യൂസ് ഇങ്ങനെ ഇടാൻ അങ്ങനെ ആദ്യം 2 ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ നമുക്ക് ഇങ്ങനെ സന്തോഷമായി അല്ലേ. 2 ഇയർ ബാക്ക് ഞങ്ങളെ നാട്ടില് ഞാനും പിള്ളേരും കൂടിയിട്ട് കൊറോണ സമയത്ത് അറിയില്ല, ആ സമയത്ത് കൊറോണ സമയത്താണോ 2020 വാവട്ടിക്ക് 3 വർഷം 4 വർഷമായിരുന്നു കണ്ടിന്യൂസ് നമ്മളിട്ടുണ്ട്. ചെറുതായിരുന്നു വാട്ടിക്ക് ഓർമ്മ. അതിന്റെ ഫോട്ടോ ഒക്കെ അപ്പൊ ഫേസ്ബുക്കിൽ ഇടാറുണ്ടായിരുന്നു. അതെ, എനിക്കൊന്നും ഓർമ്മയില്ല അത്. കുഞ്ഞു ബേബിയായിരുന്നു. പൊന്നസ് ഓർമ്മയില്ലേ? വീടിന്റെ ഫ്രണ്ടില് മറ്റേ പൂക്കളിടുന്ന നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് എന്താ പറയുക 4 വർഷം മുന്നേ 4-5 വർഷമായിരുന്നു. 2020 19 കൊറോണ 20 നിങ്ങൾ നാട്ടിൽ പോയി. അപ്പൊ ഇവരിട്ടുണ്ട്. പക്ഷെ ഇത് രസം എല്ലാവർക്കും, പ്രത്യേകിച്ച് പിള്ളേർക്ക്. ഞങ്ങൾ എത്ര വൈകിയാലും ഞങ്ങൾ പൂക്കളിടുന്നത് അതുകൊണ്ടാണ്. 10 ദിവസം അവർക്ക് അറിയണം. അപ്പൊ പിന്നെ അടുത്ത കൊല്ലം അവർ ചോദിക്കേ ഓണല്ലേ വരെ നമുക്ക് ഇടണ്ടേ ഞങ്ങള് ചോദിക്കില്ലേ. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ ഉള്ള കാരണം കൊണ്ട് അവർ ഓർത്തിരിക്കും അല്ലെ. ഇനിയിപ്പോ നമുക്ക് കാണാൻ പറ്റും. ഫേസ്ബുക്കിൽ നിങ്ങൾ ഇപ്പൊ അന്നത്തെ കാര്യം നിങ്ങൾ മറന്നുപോയി. ഇപ്പൊ വീഡിയോ ഓർത്ത് വെക്കില്ലേ? എനിക്കറിയില്ല. സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ ഇന്ന് വേഗം ഞാൻ വെറുതെ ഈ പിങ്ക് കളർ ഉള്ളത് വേഗം എടുത്തു വെച്ചു. എന്നിട്ട് ഇതിനെ സെന്ററിൽ ഇടുവോ പൊന്നോ? എങ്ങനെ നീങ്ങടാ അമ്മേ എടുത്തെറിഞ്ഞോ. നന്നായിട്ട് ഇലകളൊക്കെ വാടിട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഇല ഇല്ലാണ്ട് ഒരു ഒറ്റ പൂക്കളില്ല. നമുക്ക് നാളെ നമുക്ക് കൊറേ പൂക്കൾ എടുക്കണല്ലോ. അത് വേണം. ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. പോവാല്ലേ പുതിയത് അല്ലേ? ഓക്കെ. അത് മതി. നമുക്ക് വലിയ പൂക്കൾ ഉണ്ടാക്കണം തിരുവോണത്തിന് അല്ലേ ചേട്ടാ? ഇത്ര ദിവസത്തെ ഈ ക്ഷീണൊക്കെ ഒന്നിട്ട് തീർത്ത് അടിപൊളിയാക്കി ഉണ്ടാക്കണം. ഇതേ കൂട്ടുമായിരുന്നു. എനിക്ക് ലീവാ വെള്ളിയാഴ്ച. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. പക്ഷേ അതാണ് കുഴപ്പമില്ല. നമുക്ക് തകർക്കാൻ ചേട്ടാ. എന്നിട്ട് നോക്കണം. ഇനി ഒന്നും നോക്കണ്ട. മിക്സ് കളർ ഇനി മിക്സ് കളറിൽ വെറുതെ ഇങ്ങനെ നല്ലോണം ഇടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇതിനെ റൗണ്ട് ആക്കിയാണ് ഇങ്ങനെ മിക്സ് കളർ വെച്ചിട്ട് ഇങ്ങനെ അല്ല ആ ഗ്യാപ്പില് ഇങ്ങനെ ഇട്ടാലോ? അതിട്ടോ ഗ്യാപ്പില് വേറെ ഇട്ടല്ലോ കേട്ടോ. അയ്യോ ഓട്ടി അമ്മ വേഗം കിട്ടുന്നുള്ളൂ. എനിക്ക് പോയിട്ടോ ഒന്ന് ലെവലാക്കി കോനസേ. കറക്റ്റ് റൗണ്ട് ആണ് ഓട്ടി. മഞ്ഞ ഉണ്ടോ? കറക്റ്റ് റൗണ്ട് ഒരു ഓട് കളറായിട്ടിരിക്കും. അന്റെ സൈഡിൽ കൂടുതലാ. ഓക്കെ. അതിന്റെ ഉള്ളിൽ എന്തിനും വേണ്ടേ? അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം നമുക്ക്? അത് നിന്റെ സ്പെഷ്യൽ സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഓട്ടെ. നിന്റെ മറ്റേ സാധനം മണി അടിപൊളിയായിരുന്നേ. ഇത് നല്ലതാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി. ഇങ്ങനെ ഇങ്ങനെ അതായാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇത് ഓക്കെ. പക്ഷെ ഒരു സൈഡ് റൗണ്ട് ആയില്ലല്ലോ. എനിക്ക് തോന്നണ്ടേ അതൊരു കോമാങ്ങ പോലെ ഇരിക്കണ്ടല്ലോ. ഏത് സൈഡാ കോമാങ്ങ? ചില സൈഡില് നമ്മൾ ഓർമ്മയില്ലേ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്വയർ പോലെ ഇതാവില്ല, റൗണ്ട് കറക്റ്റ് കിട്ടും. ഇത് ഇന്ന് ലാസ്റ്റത്തെ. ഇപ്പൊ നാളെ തിരുവോണം.
ഇന്ന് തട്ടിക്കൂട്ട് പൂക്കളാണ്, എന്നാലും ഞങ്ങൾ പൂക്കളിട്ടു അല്ലെ. തട്ടിക്കൂട്ടാണെങ്കിൽ നമ്മൾ പൂക്കളിട്ട് കഴിച്ച് ഇന്നിപ്പോ പുതിയ പൂക്കൾ പറിക്കാൻ പോവാതെ ഇതിന്റെ മെയിൻ കാരണം നാളെ തിരുവോണമായിട്ട് നമുക്ക് ഫുള്ള് പുതിയ പൂക്കളും പിന്നെ വലിയതായിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് വലുതാക്കി ഉണ്ടാക്കണം. അപ്പൊ അത് കാരണം നമ്മളിപ്പോ ഇന്ന് പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ നാളെ പിന്നെ നമ്മളങ്ങനെ തലേ ദിവസത്തെ പൂക്കൾ വെച്ചിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പം ആ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കളർഫുൾ പൂക്കളാണെന്ന് വെച്ചല്ലേ. മിക്സ്ഡ് കളറാണ്, എല്ലാം മിക്സ്ഡ് കളർ, കുഴപ്പമില്ല. ഇതിന്റെ സൈഡിലൊക്കെ നോക്കി ഏതൊക്കെയാണെന്ന് അറിയോ? വൈറ്റ് ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, പിന്നെ എന്നിട്ട് എല്ലാം ഉണ്ട്, എല്ലാം മാടി തവിട്ട് പൊടി. അതാണ് കുഴപ്പമില്ല. നമ്മള് എത്രയോ പേര് മറ്റേ എന്നിട്ട് പറയാം എല്ലാവരും ഇടണം, എല്ലാവരും മറ്റേ എന്നിട്ട് പറയാം എൻജോയ് ചെയ്യാം നമ്മുടെ ഓണൊക്കെ തകർത്ത് ആഘോഷിക്കുക. അപ്പോ നാളെയാണ് നമ്മുടെ തിരുവോണം. എന്നാലും ഞങ്ങൾ ഇന്നേ തുടങ്ങി എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി സദ്യയൊക്കെ അടിച്ചു പൊളിച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ സദ്യ ഞങ്ങൾ ഷെയർ ചെയ്യണതായിരിക്കും. ഞങ്ങളും എല്ലാം വെക്കണം. പാലട വെക്കാന്ന് വെക്കണം ഈ പ്രാവശ്യം. സാധാരണ സേമിയ പായസമൊക്കെ ഞങ്ങൾ എപ്പോഴും വീട്ടിൽ വെക്കാറ്. അപ്പൊ ഞങ്ങൾ വെച്ച് പാലട പായസം വെക്കാന്ന്. അങ്ങനെ ഞങ്ങൾ തകർത്ത് ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ഒരുമിച്ച് ഹാപ്പി ഹാപ്പി ഓണം. അത് മറ്റേ ക്രിസ്മസിന് മറ്റേ കരോളിന് പോയി ചെറുപ്പത്തില്. അപ്പൊ ഓരോ വീട് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് അങ്ങനെ ഓക്കെടുത്തിട്ട് പോവാ പണ്ട്. ഏത് പണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഓളിട്ട് മറ്റേ തൊണ്ടയുടെ സൗണ്ട് പോയിട്ടുണ്ട്. ഞാൻ പണ്ട് അങ്ങനത്തെ ആഘോഷങ്ങൾ വരുമ്പോ ഞാൻ എന്റെ പഴയ കാലത്തേക്ക് പോകും. ഡാൻസ് കളി അത് ഇത് അല്ലാതായിട്ട്. അതാണ് കാര്യം. സാലൂട്ടി നമുക്ക് ക്ഷമിച്ചു കളയാന്ന്. ഹലോ മനസ്സ്. അപ്പൊ എന്നിട്ടാ പറഞ്ഞോ, എത്ര ഉള്ളോ? എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റേ വേറൊരു നല്ല വീഡിയോ ഇട്ട്, അതായത് നാളത്തെ ഞങ്ങളുടെ തിരുവോണത്തിന്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ.